കഥയുടെ പേര് സുപ്രീം കോടതി വിധി എന്നാണ്. ഈ കഥ ഉള്ള് എന്ന് പറയുന്ന എൻ്റെ കഥാസമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു കഥയാണ്. ഈ കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ക്രിയേറ്റീവ് പബ്ലിക്കേഷൻസ് തൃശ്ശൂർ. കഥ ഞാൻ വായിക്കുകയാണ്. സുപ്രീം കോടതി വിധി. കുറച്ചു നാളായി അടച്ചിട്ടിരിക്കുകയാണ് വക്കീലെ. ആളനക്കമില്ലാതിരുന്നത് കൊണ്ട് സൂക്ഷിക്കണമെന്ന് വീട്ടുടമയുടെ നിർദ്ദേശം ശരിക്കും ഓർമ്മ വന്നു അഡ്വക്കേറ്റ് മധുചന്ദ്രന്. മുൻവശം കാടുപിടിച്ച നിലയിലാണ്. അടഞ്ഞു കിടന്ന ലോക്കിട്ട് വീട്ടുഗേറ്റ് തുറന്നതും ഫും എന്ന ആരവത്തോടെ തേനീച്ചക്കൂട്ടവും ശലപില ശബ്ദത്തോടെ വാലൻ കിളികളും ചുറ്റും പറന്നുയർന്നു. അവ തെല്ലൊന്ന് പൊങ്ങി പറന്ന് താഴേക്ക് തന്നെ വന്ന് എന്തോ ആപൽ സൂചന മണത്ത് ചുറ്റുവട്ടമിട്ട് പറന്നു. മുറ്റത്ത് ഉണങ്ങിപ്പരന്ന കരിയിലകൾക്കിടയിലൂടെ എന്തൊക്കെയോ ഇഴഞ്ഞു നീങ്ങുന്ന സീൽക്കാരൻ ചവറുകൾക്കും ഇതേക്ക് കാലെടുത്തു വയ്ക്കുവാൻ തുടങ്ങിയ സുമിയെ വിലക്കി. വേണ്ട സുമി, തള്ള വന്ന് കരിയില അടിച്ചു വൃത്തിയാക്കട്ടെ. വക്കീൽ മധുചന്ദ്രൻ ഭാര്യയെ മുറ്റത്തിന്റെ പൊക്കം കുറഞ്ഞ കൽമതിലിൽ ഇരുത്തി. മുറ്റത്ത് തഴച്ചു നിന്നിരുന്ന കൂവളമരത്തിലും ചെറിയ കുന്നായി ഉയർന്ന് കെട്ടിയ അലങ്കാരമരത്തിലും നിന്നാണ് ഇലകൾ ഉണങ്ങി വീഴുന്നത്. മരങ്ങൾക്കിടയിൽ നിന്നാണ് പലതരം പക്ഷികൾ പറന്നു പൊങ്ങുന്നതും പറന്നു ചെന്നിരിക്കുന്നതും. പക്ഷികൾ കൂടുകൂട്ടിയിരിക്കുകയാണ്. ശല്യങ്ങൾ. അവയ്ക്ക് നല്ല സുഖമായിരുന്നു. ആരും ശല്യപ്പെടുത്താനില്ലായിരുന്നുവല്ലോ. ഇരുണ്ട കൊച്ചുമരങ്ങളിൽ നിന്ന് പറന്നു പോകുകയും ഇടതൂർന്ന ഇലകൾക്കിടയിൽ നിന്ന് നീലക്കണ്ണുകൾ തുറന്നിടുകയും ചെയ്യുന്ന വാലൻ കിളികളെ കണ്ട സന്തോഷത്തിൽ സുമി പറഞ്ഞു, സുഖമൊക്കെ ഞാനിപ്പോ കാണിച്ചു തരണ്ട്. വരാന്ത നിറയെ തൂറി നശിപ്പിച്ചിരിക്കുകയാണ് വേടക്കുകൾ. ഭർത്താവിന്റെ നിരീക്ഷണവും വെട്ടിത്തുറന്നുള്ള അഭിപ്രായവും അല്പം പ്രാകൃതമായി പോയില്ലേ എന്ന തോന്നലുണ്ടായി. എങ്കിലും വരാന്തയും തിണ്ണയും 4 തവണ കഴുകിയാലേ വൃത്തിയാകൂ എന്ന യാഥാർത്ഥ്യ ബോധ്യം സുമിയെ നിശബ്ദയാക്കി. സുഖവിശ്രമത്തിന് ഭംഗം ഏറ്റ ഒരു നീളൻ കൊക്കുള്ള വാലൻ ഇലകൾക്കിടയിൽ നിന്ന് ടഫേയെന്ന് ഉണർന്നതും കൽമതിലിൽ അരയുറയ്ക്കാതിരുന്നിരുന്ന സുമിയുടെ കണ്ണുകൾ ലക്ഷ്യമാക്കി കോറിപ്പോയതും നിമിഷങ്ങൾ കൊണ്ട് കഴിഞ്ഞു. നീണ്ടു കൂർത്ത കൊക്ക് തന്റെ നേർക്ക് അസ്ത്രം പോലെ തുളഞ്ഞു വരുന്നത് കണ്ട സുമി ഒത്തേൽക്കാതിരിക്കാൻ അരവളച്ചതും ഇരിപ്പ് തെറ്റി മുറ്റത്തേക്ക് കമിഴുന്നതും ഒന്നിച്ചായി. അയ്യോ മധുവേട്ട എന്ന വിളി കേട്ട് ഓടിച്ചെന്ന് ഭാര്യയെ പിടിച്ചെണീപ്പിച്ച് പഴയ സ്ഥാനത്ത് തന്നെ ഇരിക്കാൻ സഹായിച്ചു ഭർത്താവ്. എന്തു പറ്റി മോളെ? ഭർത്താവ് വല്ലാതെ ആർദ്രനായി. നഗരത്തിലുള്ള ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശോഭന സുരേന്ദ്രനെ കണ്ടുവരുന്ന വഴിയാണ്. പതിവ് ചെക്കപ്പ്, സ്കാനിങ്, തുടർച്ചയായി എല്ലാ മാസവും ചെയ്യേണ്ട ഗർഭ പരിശോധന, ഓരോ മാസവും ടെസ്റ്റുകൾ ചെയ്താലേ സുഖപ്രസവത്തിന് വഴിയൊരുങ്ങൂ. ഗർഭാവസ്ഥയിലുള്ള ചെറിയ കുഴപ്പങ്ങൾ സ്കാനിങ്ങും ടെസ്റ്റുകൾ കൊണ്ടും മനസ്സിലാക്കി മരുന്നുകൾ കഴിക്കണം. 4-ാം മാസത്തെ ടെസ്റ്റാണ്.
സംഗതികൾ നോർമൽ തന്നെ. എന്നാൽ 4ാം നിലയിലുള്ള അപ്പാർട്ട്മെന്റിന്റെ താമസം മാറണം. പ്രത്യേകിച്ച് ലിഫ്റ്റില്ലാത്ത ഫ്ലാറ്റിലെ താമസം. ദിവസവും 3ഉം 4ഉം തവണ 4ാം നില വരെ കയറി ഇറങ്ങുന്നത് ഷെയ്ക്കിനും ശരീരക്ഷീണത്തിനും കാരണമാകും. ഡോക്ടറുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വളരെ സൗകര്യമുണ്ടായിരുന്ന സേട്ടുവിന്റെ അപ്പാർട്ട്മെന്റ് ഒഴിവാക്കി കോടതിയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള ഒറ്റപ്പെട്ട വീടെടുത്തത്. അരയേക്കർ സ്ഥലത്ത് ഒറ്റ നിലയിൽ പരന്നു കിടക്കുന്ന വിനോദ വില്ല പോലുള്ള ഓടിട്ട വലിയ വീട്. വലിയ ടൂറിസ്റ്റുകൾക്ക് മാത്രമെന്ന് സാക്ഷ്യം പിടിച്ചു നിന്ന കോൺട്രാക്ടർ അൽഫോൺസ് പുതിയ പാടത്തിന്റെ കയ്യിൽ നിന്ന് വില്ല കിട്ടുവാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഹൈക്കോർട്ടിൽ ലീഡിംഗ് അഡ്വക്കേറ്റ് ആണെന്നും മജിസ്ട്രേറ്റ് ലിസ്റ്റിൽ 1ാം നമ്പറുകാരനാണെന്നും പറഞ്ഞപ്പോൾ മജിസ്ട്രേറ്റായി പുള്ളി എങ്ങാനും തന്റെ തൊഴിൽ മേഖല കോടതി പരിസരത്ത് എത്തിയേക്കുമോ എന്ന ആശങ്കയിൽ അൽഫോൺസ് പുതിയ പാഠം ഒന്നയഞ്ഞതാണ്. ആ വിചാരത്തിൽ അയാൾ വാടക ഇനത്തിലും ചില വിട്ടുവീഴ്ചകൾ ചെയ്തു. കണ്ണിലോ മുഖത്തോ വെടക്കന്റെ കൊക്കോ ചിറകോ കൊണ്ടോ മോളെ? അത് ചോദിക്കുമ്പോൾ ഭർത്താവിന്റെ കാമുക ഹൃദയം ഭാര്യയുടെ അടിവയറ്റിലമർന്നു. അവനെന്തെങ്കിലും വിഷമം? അയാൾ അടിവയറ്റിലേക്ക് കൈകൾ നീട്ടി. ഒന്നുമില്ല മധുവേട്ട, അവിചാരിതമായി ഉണ്ടായ ഒരു ഞെട്ടൽ മാത്രം. അതിപ്പോ തീർത്തു തരാം. ഇവറ്റകള് വക വരുത്തിയിട്ട് തന്നെ കാര്യം. ഓടിച്ചാൽ മതി, ഉപദ്രവിക്കുകയൊന്നും വേണ്ട മധുവേട്ട. വക്കീലിന് ശരിയൊന്നു. അതയാൾ മന്ദഹാസമാക്കി ചെറുതാക്കുവാൻ ശ്രമിച്ചില്ല. തകരച്ചണ്ടയിൽ അടിയേറ്റതുപോലെ ചുറ്റുപാടും ചിരിയിൽ തെറുമ്പി. കൂട്ടത്തിലൊരു കമന്റും. അതെന്താ മോളെ, നിനക്ക് വട്ടിസ്നേഹം പിടിപെട്ടോ? സുമിയൊന്നും പറഞ്ഞില്ല, കാണുക മാത്രം. അയാൾ മുറ്റത്തേക്ക് തലനീട്ടി നിന്ന കൊന്നമരത്തിന്റെ ഒരു വലിയ കൊമ്പൊടിച്ച് ഇലയും പൂവും ഉരിഞ്ഞ് പക്ഷികൾ വിശ്രമിക്കുന്ന ചെടികൾക്ക് നേരെ ചാടി. അപ്പോഴേക്കും ചൂലുമായി വന്ന തള്ള മുറ്റമടിക്കാൻ തുടങ്ങി. മോള് മതിലിന്മേൽ ഇരിക്കേണ്ടി വന്നൂലേ? മോളുടെ മോള് വന്നിരുന്നേ, അതാ ഇത്തിരി താമസിച്ച്. തൊടിയും തൂക്കും കഴിഞ്ഞല്ലേ പോരാനാവൂ. പെണ്ണിനെ സ്കൂളിലേക്ക് പുറപ്പെടിക്കേണ്ടതും ഉണ്ടായിരുന്നു. തള്ള നേരം വൈകിയതിന്റെ കാരണം വക്കീലിനോടാണ് നിരത്തിയതെങ്കിലും അയാൾ അതൊന്നും ശ്രദ്ധിച്ചതോ കേട്ടതോ ഇല്ല. നീണ്ട വടി വച്ച് കൊച്ചു ചെടിക്കുന്നുകളിൽ ആഞ്ഞടിച്ചു. പക്ഷികളെ ഓടിക്കുക തന്നെ വേണം. ഇറങ്ങി കാട്ടിട്ടിട്ട് തോപ്പിക്കും. തള്ള നിവർന്നു താഴുന്നതിനിടയിൽ വാ പൊളിച്ചു. ഷവറടിച്ച് സുമിയുടെ അടുത്തെത്തിയപ്പോൾ ഉദ്യോഗത്തിൽ വയറ്റിലുണ്ടല്ലേ, ഇതിപ്പോ എത്രയാ? സുമി ചോദ്യങ്ങളുടെ നൂലുണ്ടയിൽ നിന്ന് രക്ഷപ്പെടുവാനായി തറപ്പിച്ചു പറഞ്ഞു. 4. അകവും അടുക്കളയും വൃത്തിയാക്കണം കേട്ടോ. തള്ളാവൊന്ന് മൂളി നിവർന്നു നിന്നു. വെച്ചക്കര പുരണ്ട പല്ലുകൾ പുറത്തു ചാടി. ദിവസം തുടയ്ക്കും അടുക്കളപ്പണിയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നി. അതിപ്പോ ശരിയായി. കുട്ടി ഒന്നൊന്നും പേടിക്കണ്ട, എല്ലാം ഈ ഞാൻ എടുത്ത് ചെയ്തോളും. മുഴുവനാക്കുമ്പോ മുമ്പ് നിർദ്ദേശിച്ചു സുമി. ഷവറടിച്ചു മാറ്റി അടുക്കള കയറിക്കൊള്ളും, എന്നിട്ടാവാം നേരം കഴുകല്. ശരി ശരി എന്ന് പറയാനേ തള്ളയ്ക്ക് പിന്നീട് സാധിച്ചുള്ളൂ. സുമി തൊടിയിലേക്ക് മുഖം തിരിച്ചാണ് നിൽപ്പ്.
വടികൊണ്ടടിയേറ്റ പക്ഷികൾ അപകട ശബ്ദം മുഴക്കി ചിറകടിച്ചുയർന്നു. ഇലകൾക്കിടയിൽ നിന്ന് പക്ഷിക്കൂടുകൾ നിലത്തു വീണു. ചകിരിനാരുകളും വാഴനാരുകളും മുറ്റത്ത് പരന്നു. നിലത്ത് വീണ കൂടുകളിൽ നിന്ന് പല്ലിമുട്ടയുടെ വലിപ്പമുള്ള കിളിമുട്ടകൾ വീണ് ചിതറി. കൂട്ടിനുള്ളിലെ തട്ടുതവപ്പക്ഷി കണ്ണിൽപ്പെട്ട തള്ളപ്പക്ഷി കണ്ണിൽപ്പെട്ട മധു. അതിന്റെ ശിരസിൽ ഒറ്റയടി. അടി ഇലകളിൽ കൊണ്ടതുകൊണ്ട് പക്ഷി ജീവനം കൊണ്ട് പറന്നു. കൂട്ടിൽ 2 വെളുത്ത വൃത്തങ്ങൾ. മധു കൂടിന് നേരെ വടികൊണ്ടാഞ്ഞടിച്ചു. വെളുത്ത വൃത്തങ്ങൾ തകർന്ന് കൊഴുത്ത ദ്രാവകം ഇലകൾ നനച്ച് താഴോട്ടൊഴുകി. ദ്രാവകം ഞാണുപോലെ ചില്ലകളിൽ തൂങ്ങിയാടി. പേടിച്ചോടിയ തലയിൽ ചുവന്ന തലപ്പാവുള്ള പക്ഷി കൊന്നമരത്തിന്റെ മുകളിലിരുന്ന് തകർന്ന കൂട്ടിലേക്ക് നോക്കി. അതിന് വിളിച്ചു കൂവാൻ കൊക്കുയരുന്നില്ല, പറക്കാൻ ചിറകുകൾ അനങ്ങുന്നില്ല. കണ്ണിൽ നിന്ന് രക്തം പോലെ നേരിയ ദ്രവം താഴേക്ക് വീഴുന്നു. വേണ്ടായിരുന്നു മധുവേട്ട. സുമി നെടുവീർപ്പിട്ടു. തകർന്ന കൂടുകളിൽ നിന്ന് കൊടുത്ത ദ്രാവകം വീഴുന്നത് കണ്ട തള്ള അന്വേഷിച്ചു. ഓടിച്ച മതിയായിരുന്നു. 2 ദിവസം കഴിഞ്ഞ വിരിഞ്ഞാനെ. തള്ളയുടെ വെള്ളാരം കണ്ണുകൾ സുമിയുടെ അടിവയറ് കേന്ദ്രമാക്കി ചുറ്റി. എന്നിട്ട് വേണം മിറ്റം നിറയെ തൂരി നിറയ്ക്കാൻ അല്ലേ? വക്കീലിന്റെ ചോദ്യത്തിന്റെ രൂക്ഷതയിൽ തള്ള വായിൽ വന്ന ഉത്തരം ഒഴുങ്ങി. ധൃതിയിൽ മുറ്റമടിച്ചടുക്കളയിലേക്ക് നീങ്ങി. ഏതാണ്ടൊന്ന് വൃത്തിയായിരിക്കുന്നു, വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. അയാൾ ഭാര്യയുടെ കയ്യിൽ പിടിച്ച് കാൽ മതിലിൽ നിന്ന് താഴെ ഇറക്കാൻ തുടങ്ങി. ശൃംഗാരരസം നിറഞ്ഞ ഭർത്തൃസ്പർശം ഒച്ചെറിയൽ പോലെ അവളിൽ അറപ്പുണ്ടാക്കി. സുമിയുടെ കണ്ണുകൾ കൊന്നമരത്തിന്റെ കൊമ്പിലിരുന്ന് ഗൽഗതപ്പെടുന്ന തള്ളപ്പക്ഷിയിൽ തന്നെ. പക്ഷി തകർന്നുപോയ കൂട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഇലകളിൽ നിന്ന് വീഴുന്ന ഞോള വെള്ളം കണ്ട് കണ്ണ് ചിമ്മുകയും തുറക്കുകയും. മോളെ, ഒരു നിമിഷം, ഞാൻ പോയി കട്ടിൽ കിടക്ക വിളിച്ചു വരാം. വെയിറ്റ് എ മിനിറ്റ്. ഭർത്താവകത്തേക്ക് തിരിച്ചെന്നു. തള്ളപ്പക്ഷി പാഞ്ഞു വന്ന് മരച്ചിരികൾക്കിടയിൽ കൊക്കും കണ്ണും ഉരിഞ്ഞ് തെരഞ്ഞു. ചിതറിപ്പോയ മുട്ടത്തോടുകളിൽ കൊക്കുട്ടുരസി. കീ എന്ന ആർത്തനാദം ഉയർത്തി മരത്തിനു ചുറ്റും ചിറകടിച്ച് വട്ടം വച്ചു. ഒലിച്ചിറങ്ങുന്ന ദ്രാവകം നോക്കി കണ്ണുകൾ അതിവേഗം തുറന്നു ചിമ്മി. പുറത്തു വന്ന അന്തകനെ കണ്ട് വിറച്ച പക്ഷി കൊക്കൊന്ന് ഉയർത്തി കരയാൻ ശ്രമിച്ചുവെങ്കിലും ശബ്ദം പുറത്തു വന്നതേയില്ല. വന്നു വെടക്കുകൾ വീണ്ടും. മുറ്റവും വരാന്തയും നിറയെ തൂറാൻ. തള്ളപ്പക്ഷി മുട്ട തേടി വന്നതാണ്. പാവം മുട്ട കാണാതെ വിഷമിക്കുകയാണ് മധുവേട്ടൻ. സുമിയുടെ വാക്കുകൾ കുഴഞ്ഞു. ഓ, എന്നാ പിന്നെ തള്ളപ്പക്ഷിക്ക് കിടക്ക വിരിച്ചു കൊടുക്കും, സുഖമായി വിശ്രമിക്കട്ടെ. വിശ്രമിക്കാനായിട്ട് ഒരു ഗ്ലാസ് പാലും കൊടുത്തേക്ക്. എന്തായാലും കുഞ്ഞുങ്ങളെ കാണാതായാൽ അതിന് സഹിക്കുമോ മധുവേട്ട? ഓഹോ, എന്ന് തുടങ്ങി ഈ പക്ഷിസ്നേഹം ശ്രീമതിക്ക്? എന്നിട്ട് ഒരു അറിവ് വിളമ്പി. അവറ്റയ്ക്ക് ബുദ്ധിയും ഓർമ്മയും ഒന്നുമില്ല മോളെ. ഭർത്താവിന്റെ ഉച്ചാരണത്തിൽ നിറഞ്ഞ പരിഹാസം തുളുമ്പി വീഴുന്നത് ഭാര്യ വ്യക്തമായി അറിഞ്ഞു. അപ്പോൾ അവൾക്ക്
ഭർത്താവിൻ്റെ മോളെ എന്ന വിളി ഒട്ടും രസിച്ചില്ല എന്ന് അവളുടെ മുഖഭാവം കണ്ടാൽ ആർക്കും അറിയാവുന്നതേയുള്ളൂ. പാവങ്ങളുടെ ശാപങ്ങാനും. സുമിക്കത് മുഴുമിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവളുടെ തൊണ്ട ഈറനായി. ശാപം പട്ടികൾക്കോ? നീ 19-ാം നൂറ്റാണ്ടിൽ ജനിക്കേണ്ടവളാണ്. മനുഷ്യന് ഉപദ്രവമായവയെ ഒക്കെ ഓടിക്കാം, കൊല്ലാം. അതാണ് മധുവിന്റെ തിയറി. അയാൾ ചെറുതായി വന്ന ചിരി വലുതാക്കി. മരക്കൊമ്പിലിരുന്ന പക്ഷി കിടുകിടാ വിറച്ചു. ആ മുട്ടയിൽ വീണുടഞ്ഞതിൻ്റെ വിഷമമാണ് എനിക്ക്. കിട്ടിയിരുന്നെങ്കിൽ പൊരിച്ചു തിന്നാമായിരുന്നു. ആ വാക്കുകൾക്ക് അവസാനത്തു നിന്നും കരിമരുന്ന് പുരട്ടിയ ഒരു തിരി നീണ്ടുവന്ന് തീ പിടിച്ചുയർന്നു. അത് കഥനയായി പൊട്ടി. കഥനപ്പൊട്ടലിലെല്ലാം തകർന്നു പൊടിയുന്നു. സുമി കുഴഞ്ഞ് നിലത്ത് ഇരുന്നു. തള്ള കൊണ്ടുവന്ന വെള്ളം മുഖത്ത് തളിച്ചതോടെ സുമിയുടെ കണ്ണുകൾ തെളിവാർന്നു. പെട്ടെന്ന് തലയൊന്ന് കറങ്ങിയതുപോലെ. തലപക്ഷിയുടെ കരച്ചിൽ കൂടിക്കേട്ടപ്പോൾ ഒന്ന് പിടച്ചു മതിവട്ട. അല്ലാതെ പേടിക്കാനൊന്നുമില്ല. ഇത്തവണ 4 തകരച്ചണ്ടകളിൽ ഒന്നിച്ചു കൊട്ടിയതുപോലെ ഏറിയും ഇറങ്ങിയുമായി വക്കീലിന്റെ പൊട്ടിച്ചിരി. ചിരിക്കിട കൊടുത്ത വക്കീൽ ഭാര്യയെ സമാധാനിപ്പിക്കുവാനെന്ന വണ്ണം വിളമ്പിക്കൊണ്ടിരുന്നു. പക്ഷികൾക്ക് ശപിക്കാനുള്ള കഴിവൊന്നുമില്ല മോളെ. ഇതെല്ലാം കവിഭാവന മാത്രമാണ്. പണിയൊന്നുമില്ലാതെ തേരാപാര നടക്കുന്ന കവികൾക്ക് ജീവസ്നേഹമെന്ന പൊങ്ങച്ചം കാണിക്കുവാനുള്ള വഴി മാത്രം. ചിലർ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് പക്ഷികളെ വെച്ച് വലിയ വലിയ പുസ്തകങ്ങൾ എഴുതിയുണ്ടാക്കും. എന്തിനാ? അച്ചടിച്ച കാശുണ്ടാക്കാൻ, അല്ലാതെന്താ? കവി അയാളുടെ വീട്ടുമുറ്റത്ത് തൂറി നശിപ്പിക്കുന്ന വെട്ടക്ക് പക്ഷികളെ പാലും പഴവും കൊടുത്ത് ഓമനിക്കുമോ? സുമി ഭർത്തർ ഭാഷണം ശ്രദ്ധിക്കുന്നത് പോലെ ഇരുന്നു. വാസ്തവത്തിൽ അവളുടെ മനസ്സ് മുഴുവനും കൊന്ന ഇലകൾക്കിടയിൽ ദുഃഖിച്ചു തൂങ്ങിയിരിക്കുന്ന തള്ളപ്പക്ഷിയും മുറ്റത്തെ കൂവമരത്തിൽ നിന്ന് വീഴുന്ന ഞോള വെള്ളവുമായിരുന്നു. ഭർത്താവ് ഭാര്യയെ സന്തനിപ്പിക്കുന്നതിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഭാവത്തിൽ സംസാരം നിർത്തിയതുമില്ല. പക്ഷിമുട്ട ഉടച്ചതിന് ഒരു കോടതിയും കേസെടുക്കുകയില്ല മോളെ. അത് പറയുമ്പോൾ ആത്മവീര്യത്താൽ വക്കീലിന്റെ ചിരി ഒന്നുകൂടെ മൂർച്ചയേറി. അയാൾ ആത്മവീര്യം അറിയിക്കാൻ ഭാവനയിൽ വന്ന ഒരു ചിത്രം മിഴിവ് നഷ്ടപ്പെടാതെ വിവരിച്ചു. മുട്ടയുടച്ചെന്ന പരാതിയുമായി ഒരു തള്ളപ്പട്ടി സുപ്രീം കോടതിയിൽ പോകുന്നു. വക്കീലന്മാർ ആരും വാദിക്കാനില്ലാതായപ്പോൾ സ്വയം കേസ് വാദിക്കുന്നു. എതിർ വക്കീൽ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം പറയാനാവാതെ വിഷണ്ണയാകുന്നു. എവിടെയാണ് മുട്ടയിട്ടത്? ആരാണ് മുട്ട ഉടച്ചത്? എത്ര മുട്ടയിട്ടു? മുട്ട ഉടച്ചതിന്റെ തെളിവെന്ത്? തത്സമയ ഫോട്ടോയുണ്ടോ? സാക്ഷിയുണ്ടോ? ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതായപ്പോൾ പക്ഷിയെ പിടിച്ച് മരത്തിൽ വിടൂ എന്ന ഉത്തരവുണ്ടായി. ചിരി ചെണ്ടവാദ്യത്തിന്റെ ഉച്ചാവസ്ഥയിലെത്തിയപ്പോൾ സുമി 2 ചെവിയും കൂട്ടിപ്പൊത്തി. മതി മധുവട്ട, മതി. വക്കീൽ വാദം സമർപ്പിച്ചു. മനസ്സിലായോ? ഇതാ പറഞ്ഞ് ഇവറ്റകളെ കൊണ്ട് കൂട്ടിയാൽ ഒന്നും ആവുകയില്ല. 5 മാസങ്ങൾക്ക് ശേഷം അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള നഗരത്തിലെ മൾട്ടി ഹോസ്പിറ്റലിലെ ലേബർ റൂമിന്റെ വാതി തുറന്ന് സിസ്റ്റർ പുറത്തു വന്നു. ആരാണ് മധുചന്ദ്രൻ?
കാത്തു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് മധു ആകാംക്ഷയോടെ മുന്നിൽ ചെന്നു. എന്താണ് സിസ്റ്റർ, സുമി പ്രസവിച്ചുവോ? മധുചന്ദ്രന്റെ പിറകിൽ അയാളുടെ കുടുംബാംഗങ്ങളും സിസ്റ്ററുടെ വാക്കിനായി കാതോർത്തു. അവർ പ്രസവിച്ചു. നിങ്ങളെ നിർബന്ധമായും കാണണമെന്ന് പറയുന്നു. സുമിക്ക് എന്തെങ്കിലും? അവർ സുഖമായിരിക്കുന്നു. സിസ്റ്റർ തുറന്ന വാതിലൂടെ ഉള്ളിലേക്ക് മാഞ്ഞു. ഒരു വലിയ ആശ്വാസം വേനൽ മഴ പോലെ മധുവിനെയും വീട്ടുകാരെയും നനച്ചു. അയാൾ ലേബർ റൂമിനോട് ചേർന്ന മുറിയിലേക്ക് കടന്നു. പിറകിൽ വാതിലടഞ്ഞു. ഏറെ നേരത്തിന് ശേഷം പുറത്തു വന്ന മധുവിനെ ബന്ധുക്കൾ വളഞ്ഞു. അവരുടെയൊക്കെ സ്നേഹവും ആകാംക്ഷയും വിവിധ തരം ചോദ്യങ്ങളായി അയാളെ പൊതിഞ്ഞു. സുഖപ്രസവമല്ലേ? മോനോ മോളോ? കുഞ്ഞിന് സുഖമല്ലേ? സുമിക്കും സുഖമല്ലേ? തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ആരെയും അയാൾ കണ്ടില്ല. ആരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരവും പറഞ്ഞില്ല. മരച്ചെല്ലുകളിൽ നിന്ന് കലങ്ങിക്കൊടുത്ത ദ്രാവകം ഞാണുകളായി തൂങ്ങി നിൽക്കുന്നത് മാത്രം അയാൾ കണ്ടു. കഥ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.